പഴകിയ മൺചുമരുകളുള്ള ഒരു ചെറിയ കുടിലിലായിരുന്നു ആ വൃദ്ധനായ ഗോപാലൻ താമസിച്ചിരുന്നത്. അദ്ദേഹം കൃഷ്ണഭക്തി മാത്രമാണ് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന മൂലധനം. അല്ലാതെ അദ്ദേഹത്തിന്റെ പക്കൽ സമ്പത്തായി ഒന്നുമുണ്ടായിരുന്നില്ല. ആകെയുള്ള ഒരു ചെറിയ കൃഷ്ണവിഗ്രഹം ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ തന്റെ കുടിലിൽ സൂക്ഷിച്ചു. ദിവസവും ഗോപാലന് ആരെങ്കിലും നൽകുന്ന ഉണക്കറൊട്ടി അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ വെക്കും. കണ്ണടച്ച് കൈകൾ കൂപ്പി അദ്ദേഹം പ്രാർത്ഥിക്കും. കണ്ണ, എന്റെ പക്കൽ നിനക്ക് തരാൻ ഇതല്ലാതെ മറ്റൊന്നുമില്ല. നീ ഇതൊന്ന് സ്വീകരിക്കണേ. ഒരു ദിവസം കുടിലിന് പുറത്തുനിന്ന കുറച്ചുപേർ ഗോപാലൻ കൃഷ്ണവിഗ്രഹത്തിനു മുന്നിൽ ഉണക്കറൊട്ടി കൊണ്ടുപോയി വയ്ക്കുന്നത് കണ്ടു. അവർ പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഈ കിളവൻ ഭഗവാൻ ഉണക്കറൊട്ടി കൊടുക്കുന്നു. രാജാക്കന്മാർ പൊന്നും പണവും പഴങ്ങളും സമർപ്പിക്കുമ്പോൾ ഇവൻ വെറുമൊരു കഷ്ണം റൊട്ടി വെച്ച് ഭഗവാനെ കബളിപ്പിക്കുന്നു. ആ വാക്കുകൾ ആ ഗോപാലന്റെ ഹൃദയത്തിൽ കൂരമ്പ പോലെ തറച്ചു. അദ്ദേഹം വിചാരിച്ചു, ഈ മഹാത്മാക്കൾ പറയുന്നത് ശരിയാണ്. ഞാൻ എത്ര വലിയ അപരാധമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലോകത്തെ മുഴുവൻ ഊട്ടുന്ന ഭഗവാന് ഞാൻ നൽകുന്നത് വെറുമൊരു ഉണക്കറൊട്ടി. എന്റെ ദാരിദ്ര്യം കാരണം ഞാൻ ഭഗവാനെ അപമാനിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ ഹൃദയം കുറ്റബോധം കൊണ്ട് വെന്തുരുകി. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അടുത്ത ദിവസം അദ്ദേഹത്തിന് ലഭിച്ച റൊട്ടി ഭഗവാന് നിവേദ്യമായി നൽകിയില്ല. ഗോപാലൻ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, കണ്ണ, എനിക്ക് നിന്നോട് അതിയായ സ്നേഹമുണ്ട്. പക്ഷേ നിനക്ക് നല്ല ഭക്ഷണം തരാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. എന്റെ ബുദ്ധി മോശം കൊണ്ട് ഇത്രയും കാലം ഞാൻ ഉണക്കറൊട്ടി തന്നു നിന്നെ അപമാനിച്ചു. ഇനി മുതൽ ഞാൻ നിനക്ക് ഈ റൊട്ടി തരില്ല. എന്നോട് ക്ഷമിക്കണം. ദുഃഖഭാരത്താൽ ഗോപാലനും അന്ന് റൊട്ടി കഴിച്ചില്ല. വിശപ്പോടെയും സങ്കടത്തോടെയും ഉറങ്ങി. സ്വപ്നത്തിൽ അതിമനോഹരമായ ഓടക്കുഴൽ നാദം ഗോപാലൻ കേട്ടു. കണ്ണ് തുറന്നപ്പോൾ മുന്നിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുന്നു. കണ്ണൻ പരിഭവത്തോടെ ചോദിച്ചു, എന്തേ അങ്ങ് ഇന്ന് എന്നെ പട്ടിണിക്കിട്ടത്? എനിക്ക് വിശക്കുന്നു, റൊട്ടി തരൂ. ഗോപാലൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് അടിയനെ പരീക്ഷിക്കല്ലേ. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ അവിടുത്തേക്ക് ഞാൻ നൽകുന്ന ആ ഉണക്കറൊട്ടി ഒട്ടും ചേരില്ല. കൃഷ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഭക്ത, അങ്ങേക്ക് തെറ്റിപ്പോയി. ഭക്തിയിൽ നൽകുന്ന വിഭവങ്ങളുടെ മൂല്യമോ വലിപ്പമോ വിലയോ ഞാൻ നോക്കാറില്ല. അത് നൽകുന്നവന്റെ ഹൃദയത്തിലെ സ്നേഹമാണ് ഞാൻ നോക്കാറുള്ളത്. നിന്റെ കൈകളിൽ നിന്ന് കിട്ടുന്ന ആ ഉണക്കറൊട്ടിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിരുന്നിനേക്കാൾ രുചിയുണ്ട്. ഇതുകേട്ട് ഗോപാലൻ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം വേഗം പോയി അടച്ചുവച്ചിരുന്ന ആ ഉണക്കറൊട്ടി എടുത്തുകൊണ്ടുവന്ന് ഭഗവാനു നൽകി. ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. അതിൽ നിന്ന് അല്പം എടുത്ത് സ്വാദോടെ ഭുജിച്ചു. പിന്നെ ബാക്കി റൊട്ടി ഗോപാലന്റെ വായിൽ വച്ചുകൊടുത്തു. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് ഗോപാലൻ ആ റൊട്ടി കഴിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ താൻ കണ്ടത് സ്വപ്നമാണോ സത്യമാണോ എന്ന് ഗോപാലൻ അതിശയിച്ചു. അദ്ദേഹം വേഗം റൊട്ടി വച്ചിരുന്ന പാത്രം എടുത്തുനോക്കി. അത് ശൂന്യമായിരുന്നു. അന്നുമുതൽ ഗോപാലൻ കൂടുതൽ സന്തോഷത്തോടെ ഭഗവാന് റൊട്ടി സമർപ്പിക്കാൻ തുടങ്ങി. പലരും ഗോപാലനെ പരിഹസിച്ചു, മഹാപാപിയാണ് എന്ന് അധിക്ഷേപിച്ചു. പക്ഷെ ആരുടെ ജൽപ്പനങ്ങളും ഗോപാലൻ ചെവികൊണ്ടല്ല. പൂർണ്ണമായും ഗോപാലന്റെ മനസ്സ് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു. ആനന്ദത്തോടെ കൃഷ്ണഗീതികൾ പാടിക്കൊണ്ട് ഗോപാലൻ തന്റെ ബാക്കിയുള്ള ജീവിതം ചിലവഴിച്ചു. നമ്മൾ പലപ്പോഴും കരുതുന്നത്, എനിക്ക് വലിയതൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും സത്യസന്ധമായി ഈശ്വരപ്രേമത്തോടെ ചെയ്താൽ അത് തന്നെ ഏറ്റവും വലിയ സമർപ്പണം.